الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباء، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فذكر إن نفعت الذكرى سيذكر من يخشى ويتجنبها الأشقى الذي يصلى النار الكبرى ثم لا يموت فيها ولا يحيا قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى إن هذا لفي الصحف الأولى صحف إبراهيم وموسى. صدق الله العظيم. ബഹുമാനരായ സഹോദരീ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അനുഗ്രഹത്തിൻ്റെ ഒരു മഹാമാസം നമ്മെ വിട്ടുപോയിരിക്കും. ആ മാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. മനുഷ്യന് മാർഗദർശനം നൽകാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്ത ആ മാസം. ഈ മാർഗദർശനത്തിന് നന്ദി രേഖപ്പെടുത്താനായി ഭൗതിക ജീവിത വ്യവഹാരങ്ങളിൽ നിന്നും കുറഞ്ഞ് ഒന്നൊഴിഞ്ഞിരുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ശ്രദ്ധയും ചിന്തയും കേന്ദ്രീകരിച്ച് ഇബാദത്തുകൾ അനുഷ്ഠിക്കാനാണ് ആ മാസത്തിലെ വ്രതം നമുക്ക് നിർബന്ധമാക്കിയത്. മനുഷ്യ സമൂഹത്തിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനതയുടെ മുൻഗാമികൾക്കും ഈ ഒരു സംഗതി നിർബന്ധമാക്കിയതായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അറിയിക്കുകയും ചെയ്തു. ഭൗതികമായ ജീവിത ഇടപാടുകളും കാര്യങ്ങളും ഒക്കെ തകൃതിയായി നടക്കുമ്പോൾ, തീറ്റയും കുടിയും അധ്വാനവും കഷ്ടപ്പാടും ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ വക സംഗതികളിൽ കുറവുണ്ടാവുമെന്നുള്ളത് കൊണ്ടാണ് നിർബന്ധപൂർവ്വം ചില സംഗതികൾ ഒഴിവാക്കിക്കൊണ്ട് ഇബാദത്തുകളെ മുഴുകാൻ പറഞ്ഞു. 24 മണിക്കൂറും പറഞ്ഞില്ല, ദിവസത്തിലെ പകുതി ഭാഗം, പകുതിയിൽ കുറച്ച് അധികം ഭാഗം. അപ്പം അത്രയും മണിക്കൂറുകൾ ആ മാസത്തിൽ വെറുതെ പട്ടിണിയിരിക്കലോ അല്ലെങ്കിൽ നേർച്ച വഴിപാട് നടത്തും പോലെ ചെയ്തലോ അല്ല. അവിടെ ധ്യാനനിരതമായ ആ കാലഘട്ടങ്ങളിൽ നേടിയെടുക്കുന്ന ആത്മീയ ശക്തി കൊണ്ട് ശേഷിച്ച 11 മാസത്തെ ജീവിതം നിയന്ത്രിക്കപ്പെടണം എന്നതാണ്. അങ്ങനെ ആർക്കെങ്കിലും ആ ശക്തി പോരാന്ന് വരികയാണെങ്കിൽ അവർക്ക് അനുഷ്ഠിക്കാൻ വേറെയും നോമ്പുകൾ സുന്നത്തായി അള്ളാഹു പ്രഖ്യാപിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ അറിയിക്കുകയും ചെയ്തു. ശവ്വാലിലെ 6 ദിവസത്തെ നോമ്പ് അതുമായി ബന്ധപ്പെട്ടതാണ്.
പെരുന്നാൾ കഴിഞ്ഞ 1 മുതൽ 6 വരെ പിടിച്ചോളണം നിർബന്ധമില്ല. ഷവ്വാലിനുള്ളിൽ മാസത്തിനുള്ളിൽ 6 ദിവസം നോമ്പനുഷ്ഠിച്ചാലും മതി. ചിലർ പെരുന്നാൾ കഴിഞ്ഞാലുടൻ ബന്ധു സന്ദർശനവും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടൊരു മടിയുണ്ടായി മാറ്റി വെക്കാറുണ്ട്. എന്നാലും ആ മാസത്തിൽ എപ്പോഴെങ്കിലും 6 എണ്ണം പിടിച്ചത് ഷവ്വാലിന നോമ്പ് എന്നാണ് അതിനെ സംബന്ധിച്ച് പറയുന്നത്. പണ്ഡിതന്മാർ അത് എടുത്തുകൊണ്ട് പറയുന്നത് ആദ്യത്തെ ദിവസം തന്നെ തുടർച്ചയായി പിടിക്കണമെന്നില്ല. പിന്നെയും ഇടയ്ക്കൊക്കെ മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആലയായിട്ടുള്ള ബന്ധം ദൃഢപ്പെടുത്താനുള്ള ഒരു വഴിയായിട്ട് നോമ്പനുഷ്ഠിക്കാൻ പറഞ്ഞെടുത്ത് 13, 14, 15 അയ്യാമുൽ ബീദ് വെളുത്ത വാവ് ദിനങ്ങളിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ മാസത്തിൽ 3 പ്രാവശ്യം നോമ്പനുഷ്ഠിക്കാവുന്നതാണ്. അതുപോലെ തിങ്കളാഴ്ച ദിവസം അള്ളാഹുവിൻ്റെ പ്രവാചകൻ ജനിച്ചതും പ്രവാചകനായി നിയമിക്കപ്പെട്ടതും ഖുർആൻ അവതരിച്ചതും തിങ്കളാഴ്ചയാണ്. ആ ദിവസത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേക പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് ആ ദിവസവും നിങ്ങൾക്ക് നോമ്പനുഷ്ഠിക്കാമെന്നും വ്യാഴാഴ്ച ദിവസവും നോമ്പനുഷ്ഠിക്കാമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അറഫയിലെ നോമ്പും ആശുറായിലെയും താസ്വായിലെ, അതായത് മുഹറത്തിലെ 9, 10 നോമ്പും അതുപോലെ പ്രധാനപ്പെട്ട വ്രതാനിഷ്ഠങ്ങളായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതാണ്. പിന്നും പല റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പല അപ്രധാനമായ നോമ്പിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. എന്തിനാണ് ഇത് ആവർത്തിച്ച് പറയുന്നതെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ്റെ ഈ ഭൗതികമായ ആർത്തിയും താല്പര്യമൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ, ഒന്ന് കുറച്ചു വെക്കാൻ, ശരീരത്തിൻ്റെ താല്പര്യങ്ങളെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഇതൊരു നല്ല മരുന്നാണ് എന്ന് അള്ളാഹു നമ്മളോട് പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചിരിക്കുന്നു. അത് അദ്ദേഹം പ്രാവർത്തികമായി കാണിച്ചിരുന്നു. അതൊക്കെ അനുഷ്ഠിച്ച ആളുകൾക്കറിയാം. ഫാറ്റൊക്കെ കുറയുമ്പോൾ ഉണ്ടാകുന്ന ശരീരത്തിൻ്റെ ഒരു സുഖം ശാരീരികമായൊരു സുഖമാണ്. വെറും ശാരീരികമായ സുഖത്തിന് വേണ്ടി നോമ്പനുഷ്ഠിച്ചാൽ നോമ്പിൻ്റെ പ്രതിഫലം ലഭിക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇബാദത്ത് എന്നുള്ള നിലയിൽ പാരത്രിക പുണ്യത്തിന് വേണ്ടി നോമ്പനുഷ്ഠിക്കുമ്പോൾ ശാരീരികമായുള്ള ഒരു ഗിഫ്റ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു റഹ്മത്തായി തരുന്നതാണ്. അപ്പോൾ മാനസികമായൊരു ഉന്മേഷം, ഉല്ലാസം, ഇതൊക്കെ യഥാർത്ഥത്തിൽ ആർക്കാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ നോമ്പനുഷ്ഠിക്കുന്നതും സകാത്ത് കൊടുക്കുന്നതും സദഖ ചെയ്യുന്നതും ഖുർആൻ പാരായണം ചെയ്യുന്നതും ഇസ്തിഗ്ഫാർ ചെയ്യുന്നതും തൗബ ചെയ്യുന്നതും അതുപോലെ ആളുകളോട് നല്ല നിലയിൽ പെരുമാറുന്നതും സൽസ്വഭാവം വെച്ച് പരിശീലിക്കുന്നതുമൊക്കെ ഈ ദുന്യാവിലെ ജീവിതം കഴിഞ്ഞിട്ട് പരലോക ജീവിതം ഉണ്ട് എന്ന് യഥാർത്ഥത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന ആളുകൾ, ദുന്യാവിനല്ല പരലോകത്തേക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന ആളുകൾക്കാണ്. അവരാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ നോമ്പിൻ്റെ, നിസ്കാരത്തിൻ്റെയും ഇബാദത്തുകളുടെയും ആസ്വാദനം ശരിക്കും അനുഭവിക്കുക എന്നുള്ളത്. നമ്മൾ ഏതെങ്കിലും ഒരു ഇബാദത്ത് ചെയ്തിട്ട് അത് നമുക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത് പരലോകത്തെ സംബന്ധിച്ച് നമ്മുടെ ശ്രദ്ധ കുറച്ച് കുറവാണ് എന്നുള്ളതാണ്. പരലോകത്തെക്കുറിച്ചുള്ള ശരിയായ നിലയിലുള്ള ബോധം നമ്മുടെ ഹൃദയത്തിൽ അങ്കുരിച്ചു കഴിയുമ്പോൾ നമുക്ക് അതിനെ സംബന്ധിച്ച് ആസ്വാദനം ഉണ്ടാകും. ആർക്കെങ്കിലും ഒരു സമ്മാനം ലഭിച്ചു എന്ന് കണ്ടാൽ, ദുനിയാവിൽ ചെറിയൊരു സമ്മാനം ലഭിച്ചു എന്ന് കണ്ടാൽ സന്തോഷം ഉണ്ടാവാതിരിക്കില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അമൽ ചെയ്യുമ്പോൾ അതിന് ഒരു രേഖ അവിടെ വന്നിരിക്കുന്നു. നമ്മളിൽ നിന്നിങ്ങനെ ഈ എനർജി ഇങ്ങനെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ശരീരം അതൊരു ബോഡിയായിട്ട് ഇവിടെ കാണുന്നുണ്ടെങ്കിൽ പോലും, ഒരു സോളിഡ് മാറ്ററായിട്ട് ഇവിടെ കാണുന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് രാസപ്രവർത്തനങ്ങളിലും ഇങ്ങനെ ഓരോ നാനോ സെക്കൻഡിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ മൊത്തം പ്രപഞ്ചം. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഒടുവിലത്തെ സംഗതി പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് എനർജിയാണെന്ന് മനസ്സിലാക്കാൻ. എനർജി എന്താണെന്ന് ആർക്കും അറിയില്ല എന്നുള്ള, എല്ലാവരും എനർജി എന്ന് പറയുന്നു എന്നുള്ളതല്ലാതെ അതിനെ ഡിഫൈൻ ചെയ്യാൻ ആർക്കും സാധിച്ചില്ല, എന്താണെന്ന് വ്യാഖ്യാനിക്കാൻ. ഒരുതരം ഇൻസാലാണ് ഖുർആൻ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റേഡിയേറ്റ് ചെയ്യുന്ന, അയക്കുന്ന ഒരു ഊർജമാണ് ഈ പ്രപഞ്ചമായിട്ട് പരിവർത്തിച്ച് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഊർജമായി പോവുകയും ചെയ്യും. നമ്മുടെ ശരീരവും അതിൽപ്പെട്ട തന്നെയാണ്. ഇതിനിടയിലാണ് ഈ ശരീരത്തിൽ ജീവനും ആത്മാവും മനസ്സും ഒക്കെ നിലനിൽക്കുന്നത്. ഇതൊക്കെ നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ മഹാ അത്ഭുതങ്ങളാണ്. അപ്പം ഈ വരുന്നത് ഒരു സ്ഥലത്തു നിന്ന് പോകുന്നത് ആ സ്ഥലത്തേക്ക് തന്നെ, വേറെ സ്ഥലത്തെ, അതിൻ്റെ വേറെ തലത്തിലേക്ക്. അള്ളാഹുവിൽ നിന്നാണ് ഇതൊക്കെ വരുന്നത്. അള്ളാഹ് വളരെ വ്യക്തമായി പറഞ്ഞു, അള്ളാഹുവിൽ നിന്നല്ലാതെ വരാനില്ല.
അപ്പോൾ അള്ളയാണ് ഇതൊക്കെ അയക്കുന്നത്. മനുഷ്യൻ്റെ ശരീരത്തിന് നിലനിൽക്കാറുള്ള ഊർജ്ജം അയക്കുന്നതും ശക്തി അയക്കുന്നതും ബുദ്ധി അയക്കുന്നതും അതുപോലെ മനുഷ്യന് ആവശ്യമുള്ള എല്ലാ സംഗതികളും അയച്ചു തരുന്നത് അള്ളയാണ്. അത് ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നു. അങ്ങനെ അയക്കാത്തതായിട്ട് യാതൊന്നും തന്നെ ഈ പ്രപഞ്ചത്തിലില്ല. വഇൻ മിൻ ഷൈഇൻ ഇല്ലാ ഇൻദനാ ഖസായിനുഹു വമാ നുനസ്സിലുഹു ഇല്ലാ ബിഖദ്രിൻ മഅലൂം. ഈ പ്രപഞ്ചത്തിൽ വസ്തുവായി എന്തൊക്കെ അവശേഷിക്കുന്നു അതിൻ്റെയൊക്കെ ഖജനാവ് നമ്മുടെ അടുക്കൽ ഇല്ലാതില്ല. ഒരു നിശ്ചിത അളവിലും ക്രമത്തിലും മാത്രമേ നാം അയക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഓരോരുത്തർക്കും ആവശ്യമായ ബുദ്ധിയും ശക്തിയും കഴിവും സ്വാധീനത്തിനും വേണ്ടിയുള്ളത് ഇങ്ങോട്ട് അയക്കുന്നു. എന്നിട്ട് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തോ ആ പ്രവർത്തനങ്ങളും രേഖപ്പെട്ടു പോകുന്നു. അള്ളയിൽ നിന്ന് വന്ന് അള്ളയിലേക്ക് പോകുന്നു. നിന്റെ രക്ഷിതാവിലേക്ക് കടുത്ത ക്ലേശം വഴി നടന്നു പോകുന്നവന് പിന്നെ അവനെ കണ്ടുമുട്ടുന്നവനാണ്. അപ്പൊ അള്ളാഹുവിൽ നിന്നും അള്ളാഹുവിലേക്കുള്ള പ്രയാണം, അതിനിടയിൽ കാണുന്ന ഒരു താൽക്കാലികമായ ഒരു സംവിധാനമാണ് യഥാർത്ഥത്തിൽ ഈ ദുനിയാവ് എന്നുള്ളത്. ഇവിടെ വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ. മൊത്തം ജീവിതത്തിന്റെ സമയമായി തട്ടിച്ചു നോക്കുമ്പോൾ വളരെ കുറഞ്ഞ സമയം. ഈ കുറഞ്ഞ സമയത്തിന് വേണ്ടി കൂടുതൽ അധ്വാനിക്കുന്ന നഷ്ടമാണ് എന്ന് ഖുർആൻ നമ്മളോട് പറയുന്നു. ശ്രദ്ധ മുഴുവനും ഇവിടേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നഷ്ടമാണ്. കാരണം ഇവിടെ കുറഞ്ഞ സമയമുള്ളൂ. ഈ സമയത്തിന് വേണ്ടിയാണ് മുഴുവനും ജീവിതത്തെയും തിരിച്ചു വെക്കുന്നതെങ്കിൽ ഇവിടെയുള്ള ആസ്വാദത്തിന് വേണ്ടിയാണ്. ഇവിടെയുള്ള ലേശം പൊങ്ങച്ചങ്ങൾ, ആ പൊങ്ങച്ചങ്ങളെല്ലാം പൊള്ളയായ പൊങ്ങച്ചങ്ങളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകങ്ങൾ പഠിപ്പിക്കുന്നു. ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുക. നല്ല തടി കിട്ടി, സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ബ്യൂട്ടി പാർലറും അവിടെ ഇവിടെയൊക്കെ പോയി ജിംനേഷ്യത്തിൽ പോയി എല്ലാ സംവിധാനങ്ങളും സൗകര്യം ചെയ്തു. പക്ഷേ ഈ തടി പ്രായത്തിൻ്റെ ചുളിവുകൾക്കിടയിൽ ശോഷിച്ചു പോകാതിരിക്കില്ല. ഒരു ദിവസം വരും, ആ ദിവസം വരുമ്പോൾ തീർച്ചയായും ഈ മനുഷ്യൻ ഇവിടെ നിന്ന് ആ തടിയിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുന്നതാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഈ റമദാനില്ല. അവരെല്ലാവരും പ്രായമായി പോയതുകൊണ്ടൊന്നും അല്ല പോയത്. നല്ല തടിയുള്ള മിടുക്കുള്ള കഴിവുള്ള ആളുകൾ. അവരെ കാത്തിരുന്ന ഭാര്യമാര് മറ്റു പലരുടെയും മണിയറയിലായി എന്നുള്ളതും ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. അവരില്ലെങ്കിൽ ഊണ് കഴിക്കില്ല, ഉറങ്ങൂല്ല, ഡൈനിങ് ടേബിളിൽ വരൂല. അങ്ങനെ കാത്തിരുന്ന മക്കള് വേറെ പല അതികളിലുമായി പോയി എന്നുള്ളതൊരു സത്യമാണ്. അവരില്ലാത്തപ്പോഴും അവരുടെ വീട്ടിന്റെ മുന്നിലെ പുഷ്പങ്ങളെല്ലാം പൂക്കുകയും തേങ്ങ കാക്കുകയും കിണറിൽ വെള്ളം ഉണ്ടാകുകയും സൂര്യൻ കിഴക്കുതിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയൊക്കെ ചെയ്തിരുന്നു. അവരിൽ നിന്നും ഒന്നും സംഭവിച്ചിട്ടില്ല. വലിയ കൊമ്പന്മാരായ ആളുകളുണ്ടായിരുന്നു, വമ്പന്മാരായ ആളുകളുണ്ടായിരുന്നു. അവരെല്ലാം പോയി മറഞ്ഞു. ഓരോരുത്തരും അവരവരുടെ ഊഴം കാത്തിരിക്കുകയാണ്, പോവുക എന്ന യാഥാർത്ഥ്യം. ഇത് ഒരു പച്ചയായ യാഥാർത്ഥ്യം. അംഗീകരിക്കാൻ മനുഷ്യൻ വൈമുഖ്യം കാണിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തെ ബോധ്യപ്പെടുത്താനാണ് അള്ളാഹുവിൻ്റെ റസൂല് ശ്രമം നടത്തിയിട്ടുള്ളത്. നോമ്പിലൂടെ നിസ്കാരത്തിലൂടെ നേടേണ്ടത് പരലോക ജീവിതത്തെ സംബന്ധിച്ച അവിടുത്തെ വിജയമാണെന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ലഭ്യമായിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ ഗിഫ്റ്റ് മാത്രമാണ്. നമ്മൾ എന്തെങ്കിലും നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അതും അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹം മാത്രമാണ്. അടിസ്ഥാനപരമായി യാതൊന്നും തന്നെ നമുക്കില്ല. നമ്മൾ അള്ളാഹു നിയമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു സംഗതി അംഗീകരിക്കാൻ പലപ്പോഴും പലർക്കും ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ആയിക്കഴിയുമ്പോൾ തനിക്ക് താൻ പോന്നവനാണ് എന്നൊരു തോന്നലാണ് എനിക്ക് നിങ്ങൾക്കൊക്കെ ഉണ്ടാവുക. പക്ഷെ ഇത് പിടിച്ചു കഴിയുമ്പോഴാണ് നിസ്സഹായാവസ്ഥ ബോധ്യപ്പെടുന്നത്. എന്തെങ്കിലുമൊക്കെ കടുത്ത പരീക്ഷണങ്ങളൊക്കെ വെച്ച് വരുമ്പോൾ നിസ്സഹായനായി നിലവിളിക്കുമ്പോൾ അവന് ബോധ്യമാവും ഞാനാരും അല്ല. എന്തെങ്കിലുമൊക്കെ സ്വയം നിലയ്ക്ക് ചെയ്യാനുള്ള കഴിവ് അവൻ അല്ലാഹു തആല നിലനിർത്തി കൊടുക്കുമ്പോൾ അവന് തോന്നും തനിക്ക് താൻ പോന്നവനാണ്, ശക്തിയുണ്ട് എന്ന്. അപ്പോൾ അവന് ഭൗതിക ജീവിതത്തിന്റെ താല്പര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നുണ്ട്. ഈ ഭൗതിക ജീവിതത്തിന്റെ താല്പര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നവനെ ഭൗതിക ജീവിതം പരാജയപ്പെടുന്നു. ഈ ദുന്യാവ് നേരത്തെ പറഞ്ഞതുപോലെ പോക്കിന് ഊഴം കാത്തിരിക്കുന്ന ഒരിടത്താവളം മാത്രമാണ്. അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും കിട്ടി അത് മുഴുവൻ ഇവിടെ ഇട്ടിട്ട് പോകാൻ നിർബന്ധിതമായ ഒരു ജന്തുവാണ് മനുഷ്യൻ. അപ്പൊ ദുന്യാവിന് വേണ്ടി അധ്വാനിച്ച് കൂട്ടിക്കളയാമെന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. അതൊക്കെ ആളുകൾ അടിച്ചുകൊണ്ട് പോകും. ഒരുപാട് ഉറക്കമളിച്ചിരുന്ന് അധ്വാനിച്ചുണ്ടാക്കണതല്ലേ, ഒരുപാട് ആളുകൾ അടിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് അതെന്തെങ്കിലുമൊക്കെ മനുഷ്യന്മാരെ കൊടുക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്താൽ അതിന്റെ കൂലി അവിടെ ഉണ്ടാവും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇതൊരു യാഥാർത്ഥ്യം. ഫദക്കിർ ഇൻ നഫഅതി ദിക്റ, നീ ഉത്ബോധിപ്പിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ് ഈ ഒരു യാഥാർത്ഥ്യം. അള്ളാഹു നിങ്ങളെ ഭൂമിയിലേക്ക് താൽക്കാലികമായ ജീവിതത്തിന് വിട്ടിരിക്കുകയാണ്.
ഇവിടെ നൽകപ്പെട്ടിട്ടുള്ള എല്ലാ വിഭവങ്ങളും നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പരീക്ഷിച്ചറിയാൻ വേണ്ടിയുള്ള പരീക്ഷണോപാധികൾ മാത്രമാണ്. നിങ്ങളുടെ ഊഴം നിങ്ങൾ കാത്തിരിക്കുകയാണ്. ആരുടെയും ഊഴത്തെക്കുറിച്ച് ആർക്കും ഒരു വിവരവും തന്നിട്ടില്ല. എപ്പോഴും അത് സംഭവിക്കാം, ഏത് നിമിഷവും ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാം. അതുകൊണ്ട് ബിവെയർ ഓഫ് ദാറ്റ്, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ബോധവാന്മാരായിരിക്കണം. നിങ്ങൾ ബോധവാന്മാരായിരിക്കണം. ഫദക്കിർ, അതിനെക്കുറിച്ച് നീ ഉത്ബോധനം നടത്തിക്കൊണ്ടിരിക്കുക. ഇന്ന ഫഅതി ദിക്റ, ഉത്ബോധനം പ്രയോജനം ചെയ്യുന്ന സന്ദർഭങ്ങളിൽ, അല്ലെങ്കിൽ ഉത്ബോധനം പ്രയോജനം ചെയ്യുന്നുണ്ടെങ്കിൽ, ഇവിടെ പ്രയോജനം ചെയ്യുമെങ്കിലേ ഉത്ബോധനം ചെയ്യാവൂ എന്നുള്ളതായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഉത്ബോധനം നടത്താനുള്ള ഒരവസരവും നീ പാഴാക്കരുത്. ഉത്ബോധനം എല്ലായ്പ്പോഴും പാഴായി പോകണം എന്നില്ല എന്ന അർത്ഥത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഉത്ബോധനം സാധാരണ കേൾക്കാറില്ല ആളുകൾ, ഉപദേശം ഇഷ്ടപ്പെടാറില്ല. പക്ഷെ ഉത്ബോധനം, അള്ളാഹുവിനെ കുറിച്ച് ഉത്ബോധിപ്പിക്കുന്ന എപ്പോഴും പാഴായി പോകാറില്ല. മനുഷ്യൻ എപ്പോഴെങ്കിലുമൊക്കെ അള്ളാഹുവിനെ കുറിച്ച് വളരെ ഗാഠമായി ചിന്തിക്കുന്ന സന്ദർഭം വരും. അന്നേരമാണ് ഈ ഉത്ബോധനം അവിടെ എത്തണമെങ്കിൽ അതിൽ അവന് ചലനമുണ്ടാക്കും, അവൻ്റെ ജീവിതത്തെ തന്നെ അപ്പാടെ മാറ്റിക്കളയും. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മുന്നിലുണ്ടായിരുന്ന പല ആളുകളും, നമ്മളെക്കാൾ പ്രഗത്ഭന്മാരായ ആളുകൾ, നമ്മളെക്കാൾ കഴിവുറ്റ ആളുകൾ, നമ്മളെക്കാൾ എന്തുകൊണ്ടും സ്വാധീനമുള്ള ആളുകൾ, നമ്മളെക്കാൾ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളുകൾ, അധികാരം വാണിരുന്ന ആളുകൾ, വലിയ വലിയ സമൂഹങ്ങളിലുള്ള നേതാക്കന്മാർ, അവരെല്ലാം പൊയ്മറിഞ്ഞു. ആ ശ്മശാനത്തിലേക്ക് ഒന്ന് നോക്കിയാൽ ഐന മൻ കാന ഖബലകും സായിലു അൻഹുൽ മദായിനി, പട്ടണവാസികളോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കുക. ഐന മൻ കാന ഖബലകും, നിങ്ങളുടെ മുൻപിലുള്ള ആളുകൾ എവിടെയാണ്? അയ്യുഹൽ അമീർ അയ്യുഹൽ വസീർ, രാജാവിനെയും അതുപോലെ നേതാവിനെയും മന്ത്രിയൊക്കെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്ന ഒരു രംഗം ഒരു എഴുത്തുകാരൻ ചിത്രീകരിക്കണ്ടായി. ഇങ്ങോട്ട് നോക്ക്, അവിടെ രാജാക്കളും മന്ത്രികളും രണവീരരും പ്രഭുക്കളും യുവാക്കളും യുവതികളും മാതാപിതാക്കളും കുടുംബമന്ത്രാദികളും ഒക്കെ ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ഇന്ന് മിണ്ടാനാവാതെ കിടക്കുകയാണ്. അവർക്ക് സംസാരിക്കാനും കഴിയുമായിരുന്നെങ്കിൽ ഒരുപാട് കഥകൾ അവർ നിങ്ങളോട് പറഞ്ഞു തരുമായിരുന്നു. നിങ്ങളും ഊഴം കാത്ത് കഴിയുകയാണ്. ഇത് ഒരു സത്യമാണ്, നിങ്ങളെ കാത്തു വരുന്നതാണ്. ഇത് നിങ്ങളുടെ ബോധമണ്ഡലത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾ ഭൗതിക ജീവിതത്തിന്റെ പൊള്ളയായ പൊങ്ങച്ചങ്ങളുടെ പിന്നാലെ പാഞ്ഞു നടക്കും. പിശാച് നിങ്ങൾ അങ്ങോട്ട് വലിച്ചു കൊണ്ടുപോകും. അതല്ല നിങ്ങളെ ഭരിക്കേണ്ടത് അനന്തമായ പരലോക ചിന്തയാണ്. ഈ ഒരു സംഗതി അരക്കിട്ടുറപ്പിക്കാൻ കുറെ നേരം പട്ടിണിയിരുന്നും ധ്യാനം നടത്തിയും തസ്ബീഹ് ചൊല്ലിയും അള്ളാഹുമായിട്ട് മനസ്സ് ബന്ധിപ്പിച്ച് ശുദ്ധമാക്കുക എന്നതാണ് നമ്മൾക്ക് ചെയ്ത പരിശീലനം. ആ പരിശീലനത്തിന്റെ എല്ലാ സൽഫലങ്ങളും ഉണ്ടാകാനുള്ളത് പരിശീലനത്തിന്റെ സന്ദർഭത്തിലല്ല, പരിശീലനം കഴിഞ്ഞതിന് ശേഷമാണ്. പരിശീലനം കഴിഞ്ഞിട്ട് യാതൊരു സൽഫലനം ഉണ്ടായില്ലെങ്കിൽ നമ്മൾ പരിശീലിച്ചിട്ടില്ല എന്നാ മനസ്സിലാക്കേണ്ടത്. നോമ്പ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാം മാറ്റിമറിക്കും. അവന്റെ ദിനചര്യയെ മാറ്റിമറിക്കും. അവന്റെ അല്ല, കുടുംബത്തിന്റെ അല്ല, സമൂഹത്തിന്റെ ആഗോള ജീവിത ദിനചര്യ തന്നെ റമളാൻ മാറ്റിമറിക്കും എന്നുള്ളതാണ്. റമളാനിൽ സാധാരണ പോലെയല്ല. ആളുകൾ ഇങ്ങനെ കൂടിയിരിക്കുമ്പോൾ ഒരാൾ എന്തെങ്കിലും പരാമർശം നടത്തും, മറ്റൊരാളെ കുറിച്ചുള്ള ഗീബത്ത് വന്ന് എന്തിനാണ് നോമ്പ് കേടാക്കണത് എന്ന് പറയും. അപ്പൊ മറ്റവനത് നിർത്തും. ഇങ്ങനെ ഒരു സാമൂഹ്യ സമ്മർദ്ദ സാഹചര്യം യഥാർത്ഥത്തിൽ മനുഷ്യനിടയിലുണ്ട്. നോമ്പ് കഴിഞ്ഞാൽ അതുണ്ടാവില്ല. അത് നോമ്പിന്റെ ഒരു കവചമാണ്, നോമ്പിന്റെ ഒരു അനുഗ്രഹമാണ്. നോമ്പ് നമുക്കും ഇതൊരു കുട വിരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. നോമ്പ് പിടിച്ചിരിക്കുമ്പോൾ നമ്മൾക്ക് പ്രത്യേകം മാലാഖമാരുടെ ചിറക് കൊണ്ടുള്ള ഒരുപാട് തണലുകൾ ഉണ്ടാവും. അള്ളാഹുവിന്റെ റസൂൽ പ്രഖ്യാപിച്ചതാണത്. നോമ്പ് അനുഷ്ഠിച്ചിരിക്കുന്ന മനുഷ്യന് അങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. ആ കവചം അവനൊന്ന് ഊരിപ്പോകും നോമ്പില്ലാതെ വരുമ്പോൾ. അത് അവനെ സ്വതന്ത്രമായി വിടുകയാണ്. നോമ്പിൽ അവൻ പരിശീലിച്ച ആ ശീലം വീണ്ടും നടത്താൻ അവൻ സന്നദ്ധനാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവഭയമുള്ളവൻ തീർച്ചയായും ഓർക്കും. അപ്പൊ ഓർക്കുന്നത് ആരാണ്? ശരിയായ നിലയിൽ ഓർക്കുന്നത് ദൈവഭയമുള്ളവനാണ്. അള്ളാഹുവിനെ ഭയക്കുന്നവന് മാത്രമേ ഓർക്കൂ. വയതജന്നബുഹൽ അഷ്ഖാ, അങ്ങേയറ്റത്തെ നിർഭാഗ്യവാൻ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകും. ഈ ഉത്ബോധനത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നവൻ അങ്ങേയറ്റത്തെ നിർഭാഗ്യവാനാണ്. അവൻ പിന്തിരിഞ്ഞു ഓടുകയാണ്. അല്ലദീ യസ്ലൻ നാറൽ കുബ്ര, വലിയ ഗംഭീരമായ നരകത്തിലേക്ക് ആണ് അവന്റെ ഓട്ടം. യസ്ലൻ നാറൽ കുബ്ര, ആ ഓട്ടം അവനെ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കും. ഉത്ബോധനത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നവൻ മഹാനരകത്തിലേക്ക് ചെന്ന് വീഴുന്നത് കുബ്രാണ്. വലിയ നരകം പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു. വലിയ നരകത്തിലേക്ക് ചെന്ന് വീഴുന്നത് വരെ അവൻ ഈ ഉത്ബോധനത്തിൽ നിന്ന് ഓടിക്കൊണ്ടിരിക്കും. ഖുർആന്റെ ഉത്ബോധനത്തിൽ നിന്ന് ഓടുന്നവർ, ഖുതുബയുടെ ഉത്ബോധനത്തിൽ നിന്ന് ഓടുന്നവർ, മാതാപിതാക്കളുടെ ഉത്ബോധനത്തിൽ നിന്ന് ഓടുന്നവർ, പണ്ഡിതന്മാരുടെ ഉത്ബോധനത്തിൽ നിന്ന് ഓടുന്നവർ,
അതുപോലെ പുസ്തകങ്ങളുടെ ഉത്ബോധനത്തിൽ നിന്ന് ഓടുന്നവർ, അങ്ങനെ വിവിധങ്ങളായ സത്യ ഉത്ബോധനങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന ആളുകൾ നല്ലത് പറഞ്ഞാൽ ചെയ്യില്ല, തോന്നിയാസങ്ങൾ കാണിക്കും. ഇങ്ങനെ എല്ലാ ഉത്ബോധനങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞ് അവൻ ഭൗതിക ജീവിതത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ആ ഓട്ടം അവനെ കൊണ്ടെത്തിക്കുക നരകത്തിലായിരിക്കും, വലിയ നരകത്തിലായിരിക്കും. അവൻ അങ്ങേയറ്റം നിർഭാഗ്യവാനാണ്. അവിടെ ചെന്നാൽ എന്താ സംഭവിക്കുക? അവിടെ അവന് ജീവിക്കാനും പറ്റൂല, മരിക്കാൻ പറ്റും. മരിച്ചൊന്ന് നാശമടയാന്ന് പറഞ്ഞാൽ അത് സാധിക്കില്ല. എന്നാ ഒന്ന് ജീവിച്ചാസ്വദിക്കാന്ന് പറഞ്ഞാൽ അതും കഴിയില്ല. മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള ഒരവസ്ഥ ഒന്ന് ചിന്തിച്ചു. ഈ ആയത്ത് ഓതുമ്പോൾ ഹൃദയം കിടിലം കൊള്ളുന്നു. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ല എന്ന ഈ സൂറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വളരെ ഇഷ്ടമായിരുന്നു. ജുമഅയിലും സുബഹിയിലും ഒക്കെ അദ്ദേഹം ഓതാറുണ്ടായിരുന്നു. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ല എന്ന് പറയുമ്പോൾ അല്ലദീ ഖലഖ ഫസവ്വ എന്ന ആയത്ത് വരുന്നതിന് മുമ്പ് സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കെ പറയുമായിരുന്നു എന്ന് ഹദീസുണ്ട്. ഒരു പ്രവാചകന്റെ പ്രതികരണമാണ്. റസൂൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സൂറകളിൽ ഒന്നാണ് സൂറത്തുൽ അഅ്ല. അത് നമ്മളെല്ലാം പഠിച്ചു വെക്കേണ്ടതാണ്. വായിക്കാൻ മാത്രമല്ല, അത് ഉൾക്കൊള്ളാൻ. അതിങ്ങനെ വായിക്കുമ്പോൾ ഹൃദയത്തിൽ ശരിക്കും പറഞ്ഞാൽ പറയുമ്പോൾ പേടി ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അപ്പൊ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം, എനിക്ക് പേടി ഉണ്ടാകുന്നുണ്ടോ, അപ്പൊ എനിക്ക് ഭയമില്ലേ, അതുകൊണ്ടാണോ പേടി ഉണ്ടാവാത്തത് എന്ന് നമ്മൾ നോക്കണം. അപ്പോൾ ഞാൻ നിർഭാഗ്യവാനാണോ, അതുകൊണ്ട് ഞാൻ നരകത്തിലേക്കായി പോകുമോ എന്ന് ഉൾക്കിടിലത്തോടെ ഓർക്കാൻ നമുക്ക് കഴിയുന്ന മാതിരി ചെറിയ ഈ സൂറത്ത് പഠിച്ചു വെക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. മരണവും ജീവിതവും ഇല്ലാത്ത ഒരു പ്രത്യേകമായ അവസ്ഥ. ഇവിടെ എന്തെങ്കിലുമൊക്കെ വേദനയും പ്രയാസമൊക്കെ വരുമ്പോൾ നമുക്ക് വിചാരിക്കും മരിക്കണത് വരെയല്ലേ ഉണ്ടാവുള്ളൂ, മരിച്ചാൽ തീരുമല്ലോ എന്നുണ്ടാവും. പക്ഷെ മരിച്ചു തീരാൻ പറ്റാത്തൊരു അവിടുത്തെ ടൈം സ്പേസ് കൺസെപ്റ്റ് അല്ലെങ്കിൽ യാഥാർത്ഥ്യം നമ്മളെ ദുന്യാവിലതുപോലെയല്ല. ഇവിടെ തന്നെ വ്യത്യസ്തങ്ങളായ, ഈ പ്രപഞ്ചത്തിൽ തന്നെ വ്യത്യസ്തങ്ങളായ സമയ സ്ഥലകാല സങ്കല്പങ്ങളാണുള്ളത്. ഭൂമിയിലെ സ്ഥലകാല സങ്കല്പമല്ല ചന്ദ്രനിലുള്ളത്. അതുപോലെ യുറാനസിലും നെപ്റ്റ്യൂണിലോ ഉള്ളത് വേറെ ചില സ്ഥലങ്ങളും. വ്യാഴനിൽ ചെന്നാൽ വ്യത്യസ്തമായ സങ്കല്പമാണുള്ളത്. ഈ സൗരയൂഥത്തിന് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ വ്യത്യസ്തമായ മറ്റൊരു രീതിയാണുള്ളത്. ഇവിടെ ഈ പ്രപഞ്ചം തന്നെ താറുമാറായി പോയിട്ട് പുതിയ ആകാശം എന്ന് പറഞ്ഞാൽ പുതിയ പ്രപഞ്ചം നിലവിൽ വരുന്നു. ആ പുതിയ പ്രപഞ്ചത്തിലെ സ്ഥലകാല സങ്കല്പങ്ങൾ, സ്ഥലകാല യാഥാർത്ഥ്യങ്ങൾ നമ്മളിവിടെ അനുഭവിക്കുന്നത് പോലെയല്ല, വ്യത്യസ്തമായ ഒരു രീതിയാണ്. അവിടെ ഒരിക്കലും അവസാനിച്ചു പോകാത്ത സുദീർഘമായ നാള്. ഒന്ന് ആലോചിക്കുക, നമ്മൾ ഈ സ്വപ്നം കാണുമ്പോൾ തന്നെ, ഈ സ്വപ്നത്തിൽ ചിലപ്പോൾ ആരെങ്കിലും അടിക്കാൻ ഓടിച്ചാൽ നമ്മളിങ്ങനെ ഓടും. ഓട്ടം ഭയങ്കരമായി, ഒരിക്കലും അവസാനിക്കാത്ത ഓട്ടം. എവിടെയെങ്കിലും ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ എന്ന് സ്വപ്നത്തിൽ തന്നെ നമുക്ക് തോന്നലുണ്ടാക്കുന്ന തരത്തിലുണ്ട്. പക്ഷെ വളരെ ഹ്രസ്വമായ ചില സന്ദർഭങ്ങളിൽ, ചില മിനിറ്റുകൾ കൊണ്ടാണ് ആ വലിയ സുദീർഘമായി നമുക്ക് തോന്നുന്ന സ്വപ്നം അനുഭവപ്പെടുന്നതാണ്. ഒരു ജീവിതമൊക്കെ തന്നെ, ഒരു കാലഘട്ടം തന്നെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് സ്വപ്നം കണ്ടളെ. ഒരു 3 സെക്കൻഡ് 4 സെക്കൻഡ് കൊണ്ട് കാണാൻ കഴിയുമെന്നാണ് ശാസ്ത്രകാരന്മാർ. ഇനി അവരുടെ നിഗമനം ഒക്കെ കുറിച്ചാൽ സാധാരണക്കാരന് 11 മണിക്ക് ഉറങ്ങാൻ 12 മണിക്ക് ഉറങ്ങാൻ പോയാൽ, അല്ലെങ്കിൽ 11 മണിക്ക് ഉറങ്ങാൻ പോയാൽ 5 മണിക്ക് ഇറങ്ങാനിടയിൽ വളരെ കുറഞ്ഞ സമയമുള്ളൂ. അവൻ കാണുന്ന സ്വപ്നത്തിൽ ഇതിനേക്കാളും ദീർഘമായ കാലഘട്ടം ഉണ്ടാവും എന്നുള്ളൊരു യാഥാർത്ഥ്യം. അപ്പൊ ഈ ചുരുക്കി പറഞ്ഞാൽ നമ്മളെ ഈ സ്ഥലവും കാലവും സംബന്ധിച്ച് നമ്മുടെ ഈ ചിന്താഗതി ഒന്നല്ല. നരകത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരിക്കലും അവസാനിച്ചു പോകാത്ത ഒരു യാതനയുടെ, വേദനയുടെ ലോകത്തേക്കാണ് നീ പോകുന്നത്. ഇതൊരു യാഥാർത്ഥ്യമായി നമ്മുടെ മനുഷ്യ ഹൃദയത്തിൽ അങ്കുരിക്കുമ്പോഴാണ് ഈ റമദാന്റെ പ്രാധാന്യം, ദിക്റിന്റെ പ്രാധാന്യം, തസ്ബീഹിന്റെ പ്രാധാന്യം, അള്ളാഹുവിനെ അനുസരിക്കുന്നതിന്റെ പ്രാധാന്യം, ദുന്യാവിലെ പൊള്ളയായ പൊങ്ങച്ചങ്ങളുടെ പിന്നാലെ പാഞ്ഞു പോകാതിരിക്കുന്നതിന്റെ യാഥാർത്ഥ്യം ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ മരിക്കുകയല്ല, ജീവിക്കുകയല്ല. ഖദ് അഫ്ലഹ മൻ തസക്ക. ഇങ്ങനെ മനുഷ്യ മനസ്സിനെ പരിശുദ്ധമായി വെച്ചവൻ മാത്രമാണ്, ഈ പരിശീലനങ്ങളിലൂടെ പരിശുദ്ധിയാർജി വെച്ചവൻ മാത്രമാണ് വിജയിക്കുക എന്നുള്ളത്. ഈ തസ്കിയത്തുൻ നഫ്സ് എന്നൊക്കെ പറയുമ്പോൾ അത് സ്വന്തം നിലയിൽ നടത്തിക്കളയാം എന്നൊന്നും വിചാരിക്കേണ്ടതില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറയുന്നു. അൻ ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത്, ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചത് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സുജൂദ് ചെയ്തിരുന്നു. ഇങ്ങനെ ചെറിയ ശബ്ദത്തിൽ കേൾക്കുന്നുണ്ട്. എന്താണ് അദ്ദേഹം പറയുന്നത്? റബ്ബി അഅ്തി നഫ്സി തഖ്വാഹ സക്കിഹ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹ വ മൗലാഹ. പടച്ച തമ്പുരാനെ, എൻ്റെ നഫ്സിന്, എൻ്റെ മനസ്സിന് നീ അതിൻ്റെ തഖ്വ, സൂക്ഷ്മത നൽകണേ തമ്പുരാനെ, അതിൻ്റെ പരിശുദ്ധി നീ നൽകണേ തമ്പുരാനെ. അൻത ഖൈറു മൻ സക്കാഹ, പരിശുദ്ധി നൽകുന്നതിൽ ഏറ്റവും ഉത്തമൻ നീയാണല്ലോ നാഥ. അന്ത വലിയുഹ വ മൗലാഹ,
നീയാണല്ലോ അതിൻ്റെ കൈകാര്യകർത്താവ്, നീയാണല്ലോ അതിൻ്റെ യജമാനൻ. അവിടെയും വസ്തുത വ്യക്തമാക്കുകയാണ്. എൻ്റെ മനസ്സാണെങ്കിലും അതിൻ്റെ യജമാനൻ നീയാണ്, കൈകാര്യകർത്താവ് നീയാണ്. അതിനെ നീ പരിശുദ്ധമാക്കി തരണേ, അതിൻ്റെ തഖ്വ നൽകണേ. അതായത് ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ ഖദ് അഫ്ലഹ മൻ സക്കാഹാ ഖദ് ഖാബ മൻ ദസ്സാഹാ എന്ന സൂറത്ത് ശംസിൽ ഇതിന് പോലും ബലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി. അപ്പോൾ അത് തസ്കിയത്ത് വേണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തന്നെ സമീപിക്കണം എന്നുള്ളതാണ്. അത് ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, വലൗലാ ഫളലുല്ലാഹി അലൈക്കും വറഹ്മതുഹു മാ സക്കാ മിൻകും മിൻ അഹദിൻ അബദാ വലാകിന്നല്ലാഹ യുസക്കി മൻ യശാ വല്ലാഹു സമീഉൻ അലീം. സൂറത്തുൻ നൂറിൽ 21-ാമത്തെ ആയത്തിന്റെ അവസാനമായി അല്ലാഹു തആല പറഞ്ഞു, അല്ലാഹുവിന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകുമായിരുന്നില്ലെങ്കിൽ നിങ്ങളിൽ ആരും തന്നെ ഒരിക്കലും പരിശുദ്ധിയിൽ നേടുമായിരുന്നില്ല. അപ്പോൾ പരിശുദ്ധി നേടുന്നത് അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടാണ്, അനുഗ്രഹം കൊണ്ടാണ്. നോമ്പ് പിടിക്കാൻ തൗഫീഖ് നൽകിയത് അള്ളാഹ്ക്ക് വേണ്ടിയാണല്ലോ നോമ്പ് പിടിക്കുന്നത്. അതിന് അള്ളാഹിനോട് ചെല്ലും, പടച്ചവനെ ഞാൻ നോമ്പ് പിടിക്കാൻ തീരുമാനിച്ചു. ശാന്തമായി അത് പൂർത്തീകരിക്കാനും ആരോഗ്യകരമായി പൂർത്തീകരിക്കാനും നല്ല നിലയിൽ അത് അവസാനിപ്പിക്കാനും ഒക്കെ തൗഫീഖ് എനിക്ക് നൽകണേ എന്നൊരു പ്രാർത്ഥന യഥാർത്ഥത്തിൽ വേണം. പള്ളി പോകാൻ തീരുമാനിച്ചാൽ പോരാ, പള്ളിയിൽ പോകാനുള്ള കഴിവിനായി തൗഫീഖിനായി പ്രാർത്ഥിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് കൊണ്ട് ഇറങ്ങുമ്പോൾ തന്നെ പറയണം, അല്ലാഹുമ്മ ജഅൽ സമീ നൂറൻ വബസ്സരി നൂറൻ വമിൻ അമാമി നൂറൻ വവറാഇ നൂറൻ വമിൻ യമീനി നൂറൻ വയസാരി നൂറൻ വമിൻ ഫൗഖി നൂറൻ വതഹ്തി നൂറൻ വജഅൽ ഖൽബി നൂറൻ. വളരെ ഹൃദയസ്പർക്കായതാണ്. മുന്നിലും പിന്നിലും വലതുഭാഗത്തും ഇടതുഭാഗത്തും മുകൾഭാഗത്തും താഴ്ഭാഗത്തും ഹൃദയത്തിലുമൊക്കെ നീ പ്രകാശം ചെരിയണേ തമ്പുരാനെ, ക്ലിയറാക്കി തരണേ എന്നുള്ളതാണ്. ഈ പ്രാർത്ഥനയോടുകൂടിയാണ് ഓരോ സന്ദർഭത്തിനും. എന്തിനധികം ഒരു ചെരുപ്പ് ചെരുപ്പിൻ്റെ വള്ളി അറ്റുപോയാൽ അത് കുത്തിക്കെട്ടുന്നതിന് മുമ്പ് നീ നിന്റെ അല്ലാഹുവിനോട് ചോദിച്ചുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മനുഷ്യന്റെ നിസ്സഹായാവസ്ഥ സ്വയം ബോധ്യമാകുന്നതിനുണ്ട്. അപ്പോൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഇങ്ങനെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് പരിശീലനം നടത്തി പരിശുദ്ധത നേടുന്ന മനുഷ്യന്മാർ വിജയിച്ചിരിക്കുന്നു. പക്ഷേ ഇതെല്ലാം പറഞ്ഞു തന്നാലും ഈ പരിശീലനം നേടുന്ന ആളുകൾ എപ്പോഴും രക്ഷിതാവിനെ ഓർക്കുകയും നമസ്കാരം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരുടെ അവരുടെ സ്വഭാവമാണ്. ഇതൊക്കെ ചെയ്താലും ബൽ തുസിറൂനൽ ഹയാത്ത് ദുനിയ, നിങ്ങൾ ഭൗതിക ജീവിതത്തിനാണല്ലോ വല്ലാണ്ട് പ്രാമുഖ്യം കൊടുക്കുന്നത്. ഭൗതിക ജീവിതത്തിന് പ്രാമുഖ്യം കൊടുക്കുന്നുണ്ട്. നമ്മളത് ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം. ദുന്യാവിലെ കാര്യത്തിന് അധ്വാനിക്കേണ്ടെന്നല്ല ഈ പറഞ്ഞ്, നമ്മുടെ പ്രിഫറൻസ് എവിടെയാണ്? എപ്പോഴും നമ്മൾ മനസ്സിൽ മുൻതൂക്കം കൊടുക്കുന്നത് ദുന്യാവിനാണോ ആഖിറത്തിനാണോ? അത് ഓരോരുത്തർക്കും തന്നെ സ്വയം ബോധ്യമാകുന്നതാണ്. ആഖിറത്തിലെ പ്രാമുഖ്യം കൊടുക്കുകയും ദുന്യാവ് അഡീഷണൽ ആക്കുകയും ചെയ്യുമ്പോഴാണ് സത്യവിശ്വാസത്തിൻ്റെ ആനന്ദം യഥാർത്ഥത്തിൽ അനുഭവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. മൗലവിക്ക് ഇതെല്ലാം പറയാം. ദുന്യാവിൽ നമ്മൾ കഷ്ടപ്പെട്ടില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. പക്ഷെ അല്ലാഹു പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ആഖിറത്തിന് പ്രാമുഖ്യം കൊടുത്താൽ ദുന്യാവിലെ ജീവിതം ഞാൻ നന്നാക്കി തരാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യും പോലെയാണ് പലയിടത്തും ഇത് പറഞ്ഞിരിക്കുന്നത്. ആഖിറമാണ് ബുദ്ധിയുള്ളവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരമപ്രധാനമായ സുദീർഘമായ ജീവിതമാണ്. അതല്ലാണ് ആ സുദീർഘമായ ജീവിതത്തിൻ്റെ അവസരം കളഞ്ഞു കുളിച്ചിട്ട് തൽക്കാലം കിട്ടുന്ന ആശ്വാസത്തിന് വേണ്ടി ഒരുപാട് അധ്വാനം വിനിയോഗിക്കുക എന്നുള്ളത് നഷ്ടക്കച്ചവടമാണ്. വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖാ, ആഖിറമാണ് ബെറ്റർ ആൻഡ് ഡ്യൂറബിൾ. ഖൈറുൻ വ അബ്ഖാ, ഇതിനേക്കാൾ നല്ലത്. അബ്ഖാ, ശേഷിച്ചിരിക്കുന്നത്, എന്നെന്നും ശേഷിച്ചിരിക്കും. ഇത് അല്ലാഹു പറഞ്ഞൊരു യാഥാർത്ഥ്യം. ആഖിറമാണ്, പരലോകമാണ് നിങ്ങൾക്ക് ശേഷിച്ചിരിക്കുന്ന ജീവിതം, നന്മയുള്ള ജീവിതം, അവസാനിച്ചു പോകാത്ത നന്മയുള്ള ജീവിതം. ഇതിന് പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു മനസ്സുണ്ടാവുക, ആ മനസ്സുമായി ജീവിക്കുക. ദുന്യാവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസിയെ സഹായിക്കും എന്നുള്ളതാണ്. ഇത് പുതിയതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുണ്ടാക്കിയ ഒരു ഏർപ്പാടൊന്നുമല്ല. ഇന്ന ഹാദാ ലഫി സുഹഫിൽ ഊലാ, ഇത് മുൻകാലത്തെ മനുഷ്യാരംഭം മുതലേ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു ജീവിത യാഥാർത്ഥ്യമാണ്. അല്ലാഹു നിശ്ചയിച്ച ജീവിതത്തിന്റെ യാഥാർത്ഥ്യം, പ്രകൃതം, അത് പറഞ്ഞു പഠിപ്പിക്കുകയാണ്. സുഹഫി ഇബ്രാഹിം വ മൂസ, ഇബ്രാഹിമിന്റെയും മൂസയുടെയും ഏടുകളിലൊക്കെ ഇതുണ്ടായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ, നീ ഈ കാര്യം ഉത്ബോധിപ്പിച്ചുകൊള്ളാം. നീ ഓർമ്മപ്പെടുത്തുന്നവൻ മാത്രമാണ്, ഉത്ബോധകൻ മാത്രമാണ്.
ലസ്ത അലൈഹിം ബിമുസൈത്തിർ, അവരുടെ മേൽ സ്വാധീനം ചെലുത്തി അധികാരം ചെലുത്തി പിടിച്ച് നിർബന്ധിച്ചിട്ട് ഇതിലേക്ക്, ഈ ആശയത്തിലേക്ക് അവരെ കൊണ്ടുവരാനുള്ള ശക്തി ഒന്നും നിനക്ക് നാം നൽകിയിട്ടുള്ള ഇല്ല. അതിന് പ്രവാചകന്മാരെയോ പ്രബോധന പ്രവർത്തകരെയോ നിയോഗിച്ചിട്ടില്ല. അള്ളയും അങ്ങനെ ചെയ്യുന്നില്ല. ആരെങ്കിലും നിർബന്ധിച്ച് ഹിദായത്തിലാക്കുക, നിർബന്ധിച്ച് വലാലിയത്തിലാക്കുക എന്ന പണി അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നില്ല. ഹിദായത്തിന്റെ വഴിയും വലാലിയത്ത് വദൈനഹും നജ്ദൈൻ, രണ്ട് വഴിയും കൊണ്ട് കാണിച്ചെടുത്തു. വമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ, ഇഷ്ടമുള്ളവന് വിശ്വസിക്കുകയും ഇഷ്ടമുള്ളവനെ നിഷേധിക്കുകയും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. ഇനി നിങ്ങളാണ് നിങ്ങളുടെ വിധിയുടെ കർത്താക്കൾ. വിശ്വസിച്ച് രക്ഷപ്പെടുകയോ നിഷേധിച്ച് നാശമടയുകയോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നു എന്നുള്ള പറയാം. അവിടെ പ്രവാചകന്റെ സ്ഥാനം ഈ ഉത്ബോധകന്റെ സ്ഥാനമാണ്. ഇല്ലാ മൻ തവല്ല വ കഫറ, ഈ നിഷേധിച്ചിട്ട് പിന്തിരിഞ്ഞോടുന്നവനുണ്ടല്ലോ, ഫയുഅദിബുഹുല്ലാഹുൽ അദാബൽ അക്ബർ, പോകുമ്പോൾ അവനോട് പറഞ്ഞ് ഗംഭീരമായ ശിക്ഷ എന്നെ കാത്തിരിക്കുന്നുണ്ട്. ഇന്ന ഇലൈനാ ഹിസാബുഹും, മടങ്ങി വരണം നമ്മുടെ അടുത്തേക്ക് തന്നെയാണ്. സുമ്മ ഇന്ന അലൈനാ ഹിസാബുഹും, കണക്കോക്കണ പണിയും നമുക്കുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം ഉത്ബോധനത്തിൽ കൂടെ ഉൾപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ഈ ഉത്ബോധനം അതിശക്തമായി നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് അല്ലാഹു ഈ ഉത്ബോധനം ഇറക്കിയ റമളാൻ കഴിഞ്ഞ ഉടനെ ആ റമളാനിന്റെ പാതിവൃത്യവും സംസ്കൃതിയും ഒക്കെ ഉൾക്കൊള്ളാൻ വേണ്ടി കഷ്ടപ്പെട്ട നമ്മൾ ഈ ഉത്ബോധനം ഉൾക്കൊണ്ടുകൊണ്ട് ശേഷിച്ച ജീവിതത്തിൽ തഖ്വ നിലനിർത്തണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا ينبغي لجلال وجهه وعظيم سلطانه سبحانك لا نحصي ثناء كما أثنيت نفسه لك الحمد حتى ترضى اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الأخوة الأحباء أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഈ തഖ്വ കൊണ്ടുള്ള വസിയത്ത് തന്നെയാണ് ഈ ഉത്ബോധനം. ഉത്ബോധനം തന്നെയാണ് തഖ്വ കൊണ്ടുള്ള വസിയത്ത്. നോമ്പെല്ലാം കഴിഞ്ഞിട്ട് സാധാരണ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാമൂഹ്യ അന്തരീക്ഷത്തിന് മാറ്റം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ ഒരു കടുംപിടുത്തത്തിന് ഒരു അയഞ്ഞ ഒരു സമീപനം, ഒരു ലൂസാവും. അതിലൂടെ പിശാച് കടന്നു വരാൻ സാധ്യതയുണ്ട് എന്നത് ഓർത്തുകൊണ്ട് കൂടുതൽ കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് ബന്ധം വെക്കാൻ ശ്രമിക്കണം. ഇത് പറയുമ്പോൾ തസ്ബീഹ് എടുത്ത് പള്ളിയിലെ മൂലയിൽ ചെന്നിട്ട് എപ്പോഴും ഇങ്ങനെ ദിക്റിലിരിക്കും എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ സംഗതി കൈകാര്യം, ഒരു വാഹനം ഓടിക്കുമ്പോൾ ആ വാഹനത്തിൽ കയറുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, സുബ്ഹാനല്ലദീ സഖറലനാ ഹാദാ മാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. പഠിച്ച തമ്പുരാനെ, ഈ വാഹനം എനിക്ക് ഏർപ്പെടുത്തിയതെന്ന് എനിക്ക് എൻ്റെ അവദാനങ്ങളെ വാഴ്ത്തുന്നു. സ്വന്തം നിലയ്ക്ക് ഇത് കീഴ്പ്പെടുത്താനുള്ള കഴിവൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ മടങ്ങി വരുന്നത് നിന്നിലേക്കാണ് എന്ന ഒരു യാഥാർത്ഥ്യങ്ങൾ ദൃഢബോധ്യമായി മനസ്സിൽ ഉദിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുകയും അവൻ്റെ അനുഗ്രഹത്തിൽ നന്ദി രേഖപ്പെടുത്തുകയും അത് കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനല്ലാഹ് 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 അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ 3 പ്രാവശ്യം, ഒരു സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു 3 പ്രാവശ്യം. എന്നിട്ട് ഒരു പ്രാർത്ഥന നമുക്ക് ഇഷ്ടമുള്ളത്, പടച്ചവനെ ഈ യാത്രയിൽ ഉദ്ദേശിച്ച കാര്യം നീ ഹലാലായ ഉദ്ദേശിച്ച അത് നീ പൂർത്തിയാക്കി തരണേ. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. ഇതൊരു വാഹനമുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം വളരെ സുന്ദരമായി ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ഒന്ന് ദേശം ശീലിച്ചാൽ അവിടെ മറ്റിടത്ത് ഇത് കഴിഞ്ഞിട്ട് ഇലക്ട്രോണിക് സംവിധാനം വേണ്ടി സുബ്ഹാനല്ലദീ സഖറല അങ്ങോട്ട് പിടിക്കുമ്പോഴും ഇങ്ങോട്ട് പിടിക്കുമ്പോഴും കൊടുക്കുമ്പോൾ അത് തനിച്ച ശുദ്ധാസനുണ്ടാകും. അതിൽ ഇലക്ട്രോണിക് സംവിധാനം വെച്ചിട്ട് അത് ഇപ്പം മാർക്കറ്റ് വാങ്ങാൻ കിട്ടും. വണ്ടി ഓൺ ചെയ്യുമ്പോൾ തന്നെ സുബ്ഹാനല്ലദീ, ഖുർആൻ അവഹേളിക്കലാണ്. ഈ മൊബൈൽ ഫോണിൽ പിന്നെ കോളിംഗ് എന്തിന് അലർട്ടായിട്ട് ഖുർആനെ കൊണ്ട് നടക്കുന്ന ഫത്വ ഇറക്കിയിട്ട് ഈ റാബിത്ത ഹറാമാണെന്ന്.
ഖുർആൻ അതിനു വേണ്ടി എന്നുള്ളതല്ല. സുബ്ഹാന സഹറനാദാമ നമ്മൾ ഹൃദയത്തിൽ ഉണ്ട്, ഉള്ളിൽ തട്ടിയിട്ട് അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു സംഗതിയാണ്. അവിടെ ഇലക്ട്രോണിക് സംവിധാനം അത് ഓണാക്കുമ്പോൾ അത് കേൾക്കാം, അത് എനിക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് അറിഞ്ഞുകൂടെങ്കിൽ അവനെ അവഹേളിക്കേണ്ട, അതങ്ങ് ഓഫായി കളയാം. പല ആളുകളെ വണ്ടി ഓണാക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ കേൾക്കണത്. അപ്പോൾ അവിടെ അള്ളാഹു നമ്മളെല്ലാം യാന്ത്രികമായി പോവാണ്. നമ്മളും അള്ളാഹും തമ്മിലുള്ള ഹൃദയബന്ധത്തിന് തകരാറുണ്ടാക്കുന്ന തരത്തിലാണ് ഈ ആധുനികതയുടെ, അല്ലെങ്കിൽ ഈ പുരോഗതി ഒന്നും വേണ്ടെന്നല്ല പറയാം, വളരെ പുരോഗതി വേണം എന്നൊക്കെ പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. പക്ഷേ പുരോഗതി അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അവഹേളിക്കുന്ന കോലത്തിലായാൽ പടച്ചവന് ഇഷ്ടപ്പെടില്ല എന്നുള്ളതാണ്. നമ്മൾ സാങ്കേതിക വിദ്യകളൊക്കെ ഇസ്ലാമിൻ്റെ ഉന്നതിക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താം. അവിടെയൊക്കെ നമ്മൾക്ക് പകരം അതാവരുത് എന്നുള്ളതാണ്. നമ്മൾ ഹൃദയം ചെയ്യേണ്ടടുത്ത് നമ്മൾ തന്നെ ചെയ്യും. ആ വാഹനം നടക്കുന്ന ഒരാൾ ഒരു കട തുറക്കാൻ പോകുമ്പോൾ കട തുറക്കുമ്പോൾ നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞാൽ കട തുറക്കും. നമ്മൾ ആ പോകുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തിൽ, കടയിലേക്ക് പോകുന്ന സമയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്മരിക്കും, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. കട അടച്ചു വരുമ്പോൾ, അതിനിടയിൽ ജമാഅത്ത് വരുമ്പോൾ, നിസ്കരിക്കാൻ വരുമ്പോൾ അവൻ നിസ്കാരം നടത്തുക. അതുപോലെ ഓരോ ആളുകളുടെ കൊടുക്കൽ വാങ്ങലൊക്കെ നടത്തുമ്പോൾ, വാങ്ങുമ്പോൾ ഒരു വിട്ടുവീഴ്ച ചെയ്യുക, കൊടുക്കുമ്പോൾ ഒരു ലേശം അധികം കൊടുക്കുക. ഇങ്ങനെയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വളരെ റഫായിട്ട് പെരുമാറാതെ കുറച്ചൊക്കെ ഒരു ലീനിയൻ്റായിട്ട് പെരുമാറുക, ഒരു മയത്തിൽ പെരുമാറുക. ഇതൊക്കെ സത്യവിശ്വാസിക്കുള്ള സൽസ്വഭാവത്തിലുള്ള ബിറ്റുകളായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞു. കണ്ടാ പുഞ്ചിരിക്കുക, സലാം പറയുക. വലിയ കുടുംബ തറവാട്ടിലെ ആണ്ടിത്വം പ്രമാണിമാർ നടക്കുന്ന ആ രീതിയിലുണ്ടല്ലോ പഴയ ജാഹിലിയ കാലത്ത് അറബികൾ എല്ലായിടത്തും ഉണ്ടത്. അതൊന്നും വെച്ചോണ്ട് നടക്കാതിരിക്കുക. അതിനൊന്നും നേരമില്ല. ഇവിടെ കുഴി വെട്ടി കഴിഞ്ഞിരിക്കുന്നു, കഫം പടവ് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. എപ്പോഴാണ് അങ്ങോട്ട് പോകേണ്ടതെന്ന് ആർക്കും അറിയാതെ അവനിങ്ങനെ പാഞ്ഞ് നടക്കുകയാണ്. അല്പ ദിവസം കിട്ടിയാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം, കിട്ടിയില്ലെങ്കിലോ അവൻ പിടിക്കപ്പെടും. ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖികും സുമ്മ തുറദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ. എപ്പോഴും ഓർത്തിരിക്കുക, അക്സറു ദിക്ർ ഖാദിമുൽ ലദാത്ത്. നിങ്ങൾ അധികരിപ്പിക്കേണ്ടത് നിങ്ങളുടെ രസത്തിന്റെ ചരട് പൊട്ടിച്ച് കളയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ് മൗത്ത്, തലികൽ മൗത്ത്. മൗത്ത് എന്ന യാഥാർത്ഥ്യം. പക്ഷെ അതൊരു മനോഹരമായ അനുഭൂതിയാക്കി മാറ്റാൻ സത്യവിശ്വാസിക്ക് സാധിക്കുമെന്നുള്ളതാണ്. മരണത്തെ അതിജയിക്കുന്നവനാണ് സത്യവിശ്വാസി. അത് അനുഭൂതിപൂരകമാക്കുന്നവനാണ്, ആശ്വാസമാക്കുന്നവനാണ്, ആസ്വാദ്യദായകമാക്കുന്നതാണ്. മർഹൂം എന്നാണ് അതിനെക്കുറിച്ച് പറയാം. കാരുണ്യം, കരുണയാക്കപ്പെട്ടത്, റഹ്മത്താക്കപ്പെട്ടത്, മർഹൂം എന്നാണെന്നാണല്ലോ നമ്മൾ പറയാം. അപ്പൊ അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് പോകുന്ന ഒരു തരത്തിലേക്കാണ് യഥാർത്ഥത്തിൽ. അതാണ് ആ ഒരു യാത്രയിൽ, തുടങ്ങുന്ന യാത്രയിൽ അവസാനിച്ചു പോകാത്ത ജീവിതത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയാണ് ഇവിടെയുള്ള എല്ലാ ചലനങ്ങളും വിനിയോഗിക്കേണ്ടതെന്ന ദൃഢമായ ബോധ്യത്തോടു കൂടി ചെയ്യുന്ന എല്ലാ അമലുകളും സാലിഹായ അമലായി സ്വീകരിക്കുകയും അവനിലേക്ക് നന്മയുടെ വാക്കുകളൊക്കെ അവനിലേക്ക് കയറിപ്പോകും. എല്ലാ ഉത്തമമായ കാര്യങ്ങളും അവൻ കൊണ്ടുപോകുന്നു. എന്നിട്ടെന്താ, അവർ പ്രവർത്തിച്ചതും ആധാരവും, അതിന്റെ ഇംപ്രിൻസ്, അതിന്റെ അടയാളങ്ങൾ, ആധാറുകൾ, അതും അവിടെ എഴുതി വെക്കും. അപ്പൊ നമ്മളിവിടെ നിൽക്കുക, നമ്മളിന്നൊരു എനർജി ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ലൗഹൽ മഹ്ഫൂദിൽ പോയിട്ട് ഇങ്ങനെ നന്മയായിട്ട് അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതവസാനം ഒരു ബാലൻസിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടും. ത്രാസ്, തുലാസ്, മീസാനിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടും. അതങ്ങനെ ആ എനർജി അങ്ങോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അവിടെ ഉടനെ അതിന്റെ റീഡിങ് വരും. ഇന്നത്തെ ഇലക്ട്രോണിക് സംവിധാനമല്ല, അതിനേക്കാലം നന്മയുടെ ആ കൺവേർഷനിൽ ഒരുപാട് കിലോ, KG തന്നെ ഉണ്ടാവും. ഇത്ര കിലോ നന്മ എന്നൊക്കെ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിശയപ്പെടേണ്ടതില്ല. കാരണം ഓരോ ആറ്റത്തിനും ഇത്ര കണക്കുന്നുണ്ട്. ആ കണക്ക് ഓരോ ആറ്റത്തിന് വരുന്ന എനർജിക്ക് ഇത്ര എന്നുള്ള നിലയ്ക്കുണ്ട്. അപ്പോൾ ഇത്ര ആറ്റം കൂടി കഴിഞ്ഞാൽ ഇത്ര ഗ്രാം ആവും, ഇത്ര ഗ്രാം കൂടി കഴിഞ്ഞാൽ ഇത്ര ആവും. അപ്പോൾ ഇത്ര കിലോ സ്വർണം എന്ന് പറയുമ്പോൾ ഇത്ര കിലോ സ്നേഹം, ഇത്ര കിലോ കാരുണ്യം, ഇത്ര കിലോ എന്ന് പറഞ്ഞ് കണക്കാക്കാം. അത് മീറ്ററിൽ കണക്കാക്കാം. കാരണം ഇത് സ്ട്രിങ്ങിലേക്ക് കണക്കാക്കിയാൽ, സൂപ്പർ സ്ട്രിങ്ങിലേക്ക് കണക്കാക്കിയാൽ എല്ലാം മീറ്ററിലേക്ക് കണക്കാക്കാം. അപ്പോൾ ഏത് ഒരു തരത്തിലുള്ള മീറ്ററിലോ ലിറ്ററിലോ റാത്തലിലോ കിലോഗ്രാമിലോ ഇതൊന്നുമല്ലാത്ത, നമുക്ക് പരിചയമില്ലാത്ത അള്ളാഹുവിന്റെ മറ്റു മാനദണ്ഡങ്ങൾ വെച്ച് നമുക്ക് ബോധ്യമാക്കി തരും. നീ ചെയ്ത നന്മ ഇത്ര, തിന്മ ഇത്ര. ഇതിനുള്ള ഓരോ ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ ആ സുബ്ഹാനല്ലാഹ് ആകാശത്തിലെ യോഗത്തിലേക്ക് പോയി, അള്ളാന്റെ അടുത്തേക്ക് പോയി എന്നാണ്. നമ്മൾ പറഞ്ഞ സുബ്ഹാനല്ലാഹ് അള്ളയിലേക്ക് കയറിപ്പോയിരിക്കുന്നു, അവിടെ രേഖപ്പെട്ടിരിക്കുന്നു. ആ രേഖപ്പെടുത്തൽ ലൗഹുൽ മഹ്ഫൂദിലാണ്. അതൊരു പേഴ്സണൽ ബാലൻസ് ആയിട്ട്, പേഴ്സണൽ ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവരുടെയും രേഖയിൽ തിരിച്ചു വരുന്നതാണ്. ഓരോരുത്തർക്കും ഓരോ ഒരു ബാലൻസ് ഷീറ്റ് ബാലൻസിലുണ്ടാവും എന്നുള്ളതാണ്. അതായത് അവരുടെ ത്രാസ് അല്ലാഹു സുബ്ഹാനഹു വ തആല
ശരിക്കും അവിടെ മീസാൻ അവിടെ ഉറപ്പെടുത്തും. ആ മീസാനിലേക്ക് ഇത് ഇലക്ട്രോണിക് സംവിധാനങ്ങളെക്കാൾ വളരെ സ്പീഡിൽ തന്നെ കൺവേർട്ട് ചെയ്ത് വരും. എത്ര നന്മയുണ്ടായി, എത്ര തിന്മയുണ്ടായി. ഒരു അല റബ്ബിക സഫൻ ലഖദ് ജിഅ്തുമൂനാ കമാ ഖലഖനാകും അവ്വല മറ. അടിയണിയായി ഇവിടെ എല്ലാവരും നിർത്തി. അവിടെ മനുഷ്യന്മാർ വജദു മാ അമിലു ഹദറ, അവൻ പ്രവർത്തിച്ചത് അവിടെ വ്യക്തമായി അവൻ കണ്ടിട്ട് സാക്ഷ്യം വഹിക്കും. എന്നിട്ട് മാലി ഹാദൽ കിതാബ്, എന്താണ് ഈ രേഖയിൽ എന്നവൻ പറഞ്ഞു പോകും. അന്നേരം കിതാബക കഫാ ബി നഫ്സിക യൗമ അലൈക ഹസീബ, എടോ ഈ പുസ്തകം നീ വായിക്കണം, നിന്റെ പുസ്തകം നിനക്കെതിരെ കണക്ക് പറയാൻ നിന്റെ പുസ്തകം മതി. ഇത് ഒരു പ്രകൃതിയാണ്, യാഥാർത്ഥ്യമാണ്. അവിടേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവിടെ വിജയം വരിക്കാതെ നിവൃത്തിയില്ല. ആ വിജയത്താനാവണം നമ്മുടെ നോമ്പും പെരുന്നാളും നിസ്കാരവും ആഘോഷവും കച്ചവടവും ഏർപ്പാടുകളും ഒക്കെ. അങ്ങനെയുള്ള ഉത്തമരായ സത്യവിശ്വാസികൾ മുത്തഖികൾ നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വ അലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീൻ ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ അർള അൻ അബൂബക്കർ വ ഉമർ വ ഉസ്മാൻ വ അലി അൻ ബഖിയത്തി അസ്ഹാബി റസൂലില്ലാഹി അജ്മഈൻ. കാരുണ്യവാനായ നാഥ, ഞങ്ങളുടെ എല്ലാ വൻപാപങ്ങളും ചെറുപാപങ്ങളും നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഉസ്താദന്മാർക്കും ബന്ധുമിത്രാദികൾക്കും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നാട്ടാർക്കും മുഴുവൻ സത്യവിശ്വാസികൾക്കും മുൻകാല സത്യവിശ്വാസികൾക്കും നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. നരകശിക്ഷയും ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. സ്വർഗം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രയാസങ്ങൾ നീ മാറ്റിത്തരണേ തമ്പുരാനെ. ഞങ്ങളുടെ വേദനകൾ നീ പരിഹരിച്ചു തരണേ തമ്പുരാനെ. ഞങ്ങളുടെ കടങ്ങൾ നീ വീട്ടിത്തരണേ തമ്പുരാനെ. ഞങ്ങളുടെ നമസ്കാരവും നോമ്പും സക്കാത്തും ദുആയും എല്ലാം നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഉത്തമമായ പ്രതിഫലം ഞങ്ങൾക്ക് തരണേ തമ്പുരാനെ. ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളെ കൈവിടല്ലേ തമ്പുരാനെ. ഞങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യം നൽകണേ തമ്പുരാനെ. സന്താനങ്ങളിലും സമ്പത്തിലും നന്മ നൽകണേ തമ്പുരാനെ. റഹ്മാനായ തമ്പുരാനെ, ഖുർആൻ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. മറ്റുള്ളവർക്ക് അന്തസ്സോടെ എത്തിച്ചു കൊടുക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. എല്ലാ നിലയ്ക്കും റാദിയത്തും മർദിയായ ഒരു ജീവിതം പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين. ربنا تقبل منا دعاءنا وتب علينا انك انت التواب الرحيم. واخر دعوانا الحمد لله رب العالمين.